ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാട്രസ് ടെക്നോളജി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഒരുപാട് മാറിയിട്ടുണ്ട്. ആദ്യം ഫോം, പിന്നെ സ്പ്രിങ്, മെമ്മറി ഫോം, ലാറ്റക്സ്, ഗ്രിഡ്, ഇങ്ങനെ ഓരോ പുതിയ ടെക്നോളജി വരുമ്പോഴും ഇതാണ് ബെസ്റ്റ് മാട്രസ് എന്നായിരുന്നു ക്ലൈം ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പം ഡ്യൂറോഫ്ലെക്സ് പറയുന്നത് ഫോമും അല്ല, സ്പ്രിങ്ങും അല്ല, ഗ്രിഡ് പോലും അല്ല, എയർബൂസ് എന്ന പുതിയ മെറ്റീരിയൽ ആണ് മാട്രസിന്റെ നെക്സ്റ്റ് ബിഗ് ഇന്നോവേഷൻ എന്നാണ്. ഇത് ശരിക്കും ഇന്നോവേഷൻ ആണോ, അല്ലെങ്കിൽ മറ്റൊരു മാർക്കറ്റിംഗ് മാത്രമാണോ? എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. യെസ്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം വരാം, പുതിയ മാട്രസ് ടെക്നോളജി വന്നു എന്ന് വിചാരിച്ച് നമ്മുടെ ഉറക്കത്തിൽ എന്ത് മാറ്റാ വരികയെന്ന്. കാരണം മാട്രസ് എന്നുള്ളത് വെറൊരു കുഷൻ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ 1/3 സമയം ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ മാട്രസ് വാങ്ങുമ്പോൾ മിക്ക ആളുകൾ നോക്കുന്നത് ഇത് സോഫ്റ്റ് ആണോ ഹാർഡ് ആണോ എന്നൊക്കെ മാത്രമാണ്. സത്യം പറഞ്ഞാൽ നോക്കേണ്ടത് സപ്പോർട്ട്, ബ്രീത്തബിലിറ്റി, റീബൗണ്ട് പോലുള്ള കാര്യങ്ങളാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ലീപ്പിംഗ് പ്രോബ്ലം ഡ്യൂറേഷൻ അല്ല, സ്ലീപ്പിംഗ് ക്വാളിറ്റി ആണ്. നമ്മുടെ ക്ലൈമറ്റ്, ഹീറ്റ്, ഹ്യൂമിഡിറ്റി ഒക്കെ കാരണം ഒരു രാത്രിയിൽ തന്നെ നമ്മൾ 40 to 50 തവണ വരെ പൊസിഷൻ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പൊ നല്ലൊരു മാട്രസ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഈ ഡ്യൂറോഫ്ലെക്സ് എയർ ബൂസ്റ്റർ ഉപയോഗിച്ച് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം സപ്പോർട്ട്. കുറെ ആളുകൾ കരുതുന്നത് സോഫ്റ്റ് മാട്രസ് ആണ് കംഫർട്ടബിൾ എന്നാണ്. ആക്ച്വലി നല്ല സോഫ്റ്റ് മാട്രസ് ആയാൽ ശരീരം മാട്രസിലേക്ക് അധികമായി താഴ്ന്നു പോകും. അതുകൊണ്ട് നമ്മുടെ സ്പൈന് നേരെ നിൽക്കാതെ അലൈൻമെന്റ് മാറും, ബാക്ക് പെയിന് വരാനും സാധ്യത കൂടും. ഡ്യൂറോഫ്ലെക്സ് എയർ ബൂസ്റ്റ് മാട്രസ് ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇതിൽ 1,00,000-ലധികം എയർനെറ്റ് ഫൈബേഴ്സ് ഉണ്ട്. ഓരോ ഫൈബറും ഇൻഡിവിജ്വൽ സപ്പോർട്ട് പോയിന്റ് പോലെ വർക്ക് ചെയ്യും. അതായത് അഡാപ്റ്റബിൾ ഓർ അഡാപ്റ്റീവ് സപ്പോർട്ട് ആണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ബാക്ക്, ഹിപ്പ്, ഷോൾഡർ ഏരിയ പ്രഷർ റിലീഫും കിട്ടും. അതുകൊണ്ട് ഉറങ്ങുമ്പോൾ നമ്മുടെ സ്പൈൻ അതിന്റെ നാച്ചുറൽ പൊസിഷനിൽ തന്നെ നിലനിർത്താൻ ഇത് സഹായിക്കും. ഇനി എനിക്ക് പേഴ്സണലി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിന്റെ ബ്രീത്തബിലിറ്റി. നമ്മൾ ഉറങ്ങുമ്പോൾ നല്ലൊരു ഡീപ്പ് റെസ്റ്റോറേറ്റീവ് സ്ലീപ്പ് കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരം ഒപ്റ്റിമൽ സ്ലീപ്പ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു മാട്രസിന്റെ ബ്രീത്തബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഫീച്ചറാണ്. ഈ എയർ ബൂസ്റ്ററിൽ ആർട്ടിക് ഐസ് ഫാബ്രിക് ആണ് ടോപ്പ് ലെയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് കൂൾ ടു ടച്ച് ആയ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ താഴെ 3D എയർ ഫ്ലോ ടെക്നോളജിയാണ്. ഇത് ഹീറ്റ് എഫിഷ്യന്റ് ആയിട്ട് എസ്കേപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ഒരു 3 ഡൈമെൻഷണൽ എയർ ഫ്ലോ സിസ്റ്റം ആണിത്. അതുപോലെ തന്നെ ഒരു ഫുൾ വെന്റിലേഷൻ ലഭിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ. എയർ എല്ലാ ഭാഗത്തുനിന്നും സർക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നതിനാൽ രാത്രി മുഴുവൻ കൂൾ ആയിരിക്കാൻ ഇത് സഹായിക്കും. കൂടാതെ ഹീറ്റും മോയ്സ്ചറും എഫിഷ്യന്റ് ആയി ഡിസിപ്പേറ്റ് ചെയ്യുന്നതിനാൽ രാത്രിയിൽ വിയർക്കുന്നതും ഉറക്കം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുറിഞ്ഞു പോകുന്നതൊക്കെ കുറക്കാൻ സഹായിക്കുമെന്നാണ് ഡ്യൂറോഫ്ലെക്സ് പറയുന്നത്. അതുപോലെ കവർ ഉൾപ്പെടെ എല്ലാ ലേയേഴ്സും മാക്സിമം എയർ ഫ്ലോ ലഭിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാട്രസ് മുഴുവൻ കൂടുതൽ ബ്രീത്തബിൾ ആയും കംഫർട്ടബിൾ ആയും ഫീൽ ചെയ്യും. ഡ്യൂറോഫ്ലെക്സ് പറയുന്ന അനുസരിച്ച് ഈ ടെക്നോളജി 30% ഡീപ്പർ സ്ലീപ്പ് നൽകുമെന്ന് പ്രൂവൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് റീബൗണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ ഒരുപാട് തവണ തിരിഞ്ഞു കിടക്കും. മാട്രസിലേക്ക് ശരീരം അധികം താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ റോള് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും. എയർ ബൂസ്റ്ററിന്റെ ഹൈ റീബൗണ്ട് സ്ട്രെച്ചർ കാരണം ശരീരം അമിതമായിട്ട് താഴ്ന്നു പോകില്ല. അതുകൊണ്ട് നമുക്ക് റോള് ചെയ്യാൻ, അതായത് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കാനും പൊസിഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ ഈസിയാണ്. അതായത് രാത്രി ഓരോ തവണ നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോഴും ശരീരത്തിന് കുറച്ച് എഫേർട്ട് മതി എന്നാണ് ബ്രാൻഡ് പറയുന്നത്. അതിന് ഇവർ പറയുന്നത് എനർജി കൺസർവേഷൻ ഡ്യൂറിങ് സ്ലീപ്പ് എന്നാണ്. ഇനി ഈ മാട്രസിന്റെ മൊത്തത്തിലുള്ള കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കാം. ആദ്യം തന്നെ സൈഡിൽ ട്രാൻസ്പെറന്റ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. മാട്രസിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നേരിട്ട് കാണാം. ഇതെനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം പല മാട്രസിലും ബ്രൗഷർ നോക്കി മാത്രമാണ് നമുക്ക് ലെയേഴ്സ് മനസ്സിലാക്കാൻ പറ്റുക. ഇതിന്റെ ടോപ്പ് കവർ ഈ കാണുന്ന പോലെ സിബ് തുറന്ന് റിമൂവ് ചെയ്ത് നമുക്ക് മെഷീൻ വാഷ് വരെ ചെയ്യാൻ പറ്റും. ഇതിന്റെ ടോപ്പ് ഫാബ്രിക് ആർട്ടിക് ഐസ് ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിലിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു കൂളിംഗ് ഫീൽ കിട്ടുന്ന പോലെയാണ്. അതിന്റെ താഴെ റിവേഴ്സിബിൾ ടോപ്പർ ഉണ്ട്. അതായത് ഒരു മാട്രസിൽ 2 ഫീല് കിട്ടും. ഒരു സൈഡ് നിയോ ലാറ്റക്സ് ആണ്. ഇത് മീഡിയം ഫേം ഫീല് നൽകുന്നുണ്ട്. നോർമൽ വെതറിനും വിന്റർ സീസണിലൊക്കെ സ്യൂട്ടബിൾ ആയിരിക്കും. ഇതൊന്ന് മറച്ചിട്ട മറ്റേ സൈഡ് എയർബോസ് ലൈറ്റ്, സമ്മറിന് കൂടുതൽ ബ്രീത്തബിളും ഫേം ഫീലും കിട്ടും. ഇങ്ങനെയുള്ളതുകൊണ്ട് തന്നെ സീസൺ അനുസരിച്ച് ഫ്ലിപ്പ് ചെയ്ത് ഉപയോഗിക്കാം. അത് കൊള്ളാല്ലേ? ഓരോ ആളുകളുടെയും സ്ലീപ്പിംഗ് പ്രിഫറൻസ് വ്യത്യസ്തമാണ്. നിങ്ങൾ വളരെ കുഷൻ ഫീൽ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഈ മാട്രസ് നിങ്ങൾക്കുള്ള ചോയ്സ് അല്ല. പക്ഷെ ഹോട്ട് സ്ലീപ്പർ ആണെങ്കിൽ, രാത്രി നന്നായിട്ട് വിയർക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ബാക്ക് സപ്പോർട്ട് നന്നായിട്ട് വേണമെങ്കിൽ, ഡെസ്കിലിരുന്ന് ജോബ് ചെയ്യുന്ന ആളാണെങ്കിൽ, അത്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല സ്ലീപ്പിംഗ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ മാട്രസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഈ മാട്രസ് എന്നൊക്കെ പറയുന്നത് ഒരു ദിവസം ഉപയോഗിച്ചാൽ അത് നമുക്ക് പറ്റിയതാണോ നല്ലതാണോ
ഒന്നും ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 100 നൈറ്റ്സ് ഫ്രീ ട്രയൽ ഇവർ തരുന്നുണ്ട്. വീട്ടിലെത്തി നമ്മൾ ഉപയോഗിച്ച് കംഫർട്ട് ആയാൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം. പിന്നെ 10 ഇയേഴ്സ് വാറണ്ടിയും കമ്പനി തരുന്നുണ്ട്. കൂടാതെ ഈ ടെക്നോളജിക്ക് നാഷണൽ ഹെൽത്ത് അക്കാഡമി NHAയുടെയും ഇന്ത്യൻ സൊസൈറ്റി ഫോർ സ്ലീപ്പ് റിസർച്ചിന്റെയും എൻഡോസ്മെന്റ് ബ്രാൻഡ് എടുത്തു കാണിക്കുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന 15,000 രൂപ മുതലാണ്. ഓക്കെ, അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇവർ പറഞ്ഞ പോലെ തന്നെ പുതിയൊരു ടെക്നോളജി, പുതിയ കുറെ മാറ്റങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പൊ നല്ലൊരു സ്ലീപ്പിംഗ് ക്വാളിറ്റി വേണം, അതേപോലെ തന്നെ ഹെൽത്തി ആയിരിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ ഒരു മാട്രസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ മാട്രസ് ഒക്കെ വാങ്ങുമ്പോൾ പലരും പ്രൈസ് ആണ് കമ്പയർ ചെയ്യാറുള്ളത്. അതിനൊക്കെ പകരം സ്ലീപ്പ് ക്വാളിറ്റി ഒക്കെ നമ്മൾ കമ്പയർ ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾ ഏതെങ്കിലും ഒരു മാട്രസ് ഒക്കെ പോയി വാങ്ങിക്കുന്നതിന് മുന്നേ ഇതുപോലുള്ള മാട്രസ് ഒക്കെ ട്രയലെങ്കിലും വേണമെങ്കിൽ എടുത്തു നോക്കൂ. നിങ്ങൾ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മാട്രസ് ഏതാണെന്നും ഈ ഒരു മാട്രസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കമന്റ് ചെയ്യുക. കാരണം മറ്റുള്ളവർ ഈ വീഡിയോ കാണുന്ന സമയത്ത് കമന്റിൽ പോയി നോക്കും. കാരണം അവർക്ക് വാങ്ങാനുള്ള ഒരു ഡിസിഷൻ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കമന്റ് ഒക്കെ അവർക്കും കണ്ടിട്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ അതും ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.